ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാനായിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റണം, അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റണം. ഈ 2 വർക്കാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം കഴിച്ച് ചെയിൻ സ്പോക്കറ്റ് നമ്മൾ എന്തെങ്കിലും മാറ്റുന്നുണ്ട്, സെറ്റായിട്ട് മാറണേ. അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, നിലവിൽ അത്യാവശ്യം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഹബിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ഹബ്ബ് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം സ്ക്രാച്ച് കാണാൻ പറ്റും. ഈ ലൈൻഡർ ഒരഞ്ഞൊരഞ്ഞ് ഇവിടെ ഒരു കുഴി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രേക്ക് മാക്സിമം നമ്മൾ ലൈൻഡർ ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്തിടാം, പക്ഷേ ബ്രേക്ക് നമുക്കൊരു സ്മൂത്തായി കിട്ടില്ല. പറയാൻ കാരണം ഹബിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് ഉണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ ലൈൻഡർ ഇട്ടാലും അത്രയും താഴേക്ക് ഇറങ്ങിപ്പോയാലാണ് ബ്രേക്ക് ആവുള്ളൂ. പരമാവധി ക്ലീൻ ചെയ്തിടാം. അത് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഹബ്ബ് മാറ്റി പുതിയത് ഇട്ടിട്ട് ബ്രേക്ക് ലൈൻഡർ ഇട്ടാലാണ് ശരിക്കും നല്ല രീതിയിലുള്ള ബ്രേക്കായി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നുണ്ട്. സ്പോക്കറ്റ് മാറ്റുമ്പോൾ നമുക്ക് ഈ സൈഡിൽ സ്പോക്കറ്റിൻ്റെ ഓയിൽ സീൽ ലീക്കായിട്ട് ഇവിടേക്ക് ഓയിൽ പുറത്തേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ ആ സൈഡ് ക്ലീൻ ചെയ്ത് വരുമ്പോൾ കൂട്ടത്തിലുള്ള ഓയിൽ സീൽ മാറ്റിയിടാം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ കോൺസെപ്റ്റൊക്കെ ഇടയ്ക്ക് മാറ്റിയതാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു, കോൺസെപ്റ്റ് അടി ഉണ്ടായിരുന്നു. നമ്മൾ തൽക്കാലത്തേക്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ ഫോർക്കിൻ്റെ ഈ നെട്ടും ഈ ടോപ്പ് ബ്രിഡ്ജുമായിട്ടൊരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഗട്ടറിലൊക്കെ ചേർന്ന് കിടക്കുന്ന സൗണ്ട് ഈ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. നെറ്റ് ലൂസായിട്ടല്ല, അതിൻ്റെ ഉള്ളിൽ ആ ഹോൾ ഓവലായി പോയിട്ട് വന്ന സൗണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, പരമാവധി യൂസ് ചെയ്യാം. പിന്നെ ഒരു രക്ഷയില്ലാണ്ടാകുമ്പോൾ ഈ ടോപ്പ് ബ്രിഡ്ജ് അസംബ്ലി, ഈ ടോപ്പ് ബ്രിഡ്ജ് എന്ന് പറയും ഈ വന്ന യൂണിറ്റ് പ്ലേറ്റ് പോലെയിരിക്കണ ഐറ്റം, അത് മാറ്റിയിട്ടാലാണ് റെഡി ആവുള്ളൂ കേട്ടോ. തൽക്കാലത്തേക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കോൺസെപ്റ്റ് ലൂസ് ഉണ്ടായിരുന്നു, അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നവർക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റണം, എഞ്ചിൻ ഓയിൽ മാറ്റണം. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അതൊന്നും ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 6 മണി 6:30 ആവും വർക്ക് തീരുമ്പോഴത്തേക്കും. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.